ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. ഇന്നലെ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് കണ്ടു, ഇനിയും ഒരുപാട് പേര് കാണാനുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയുക, താഴെ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് വഴി, ഇൻസ്റ്റാഗ്രാം വഴി, ഇമെയിൽ വഴി ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ എല്ലാത്തിലും ആക്റ്റീവാണ്, എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സജഷൻസ് ഒക്കെ അയച്ചു തരാം. അപ്പം വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു, 7 ഡേ സീരീസിൻ്റെ രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഐറ്റംസും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് മെനു ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ചെറുപരിപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന ഇഡ്ഡലി ആണ്. അപ്പോൾ ഇനി ഞാൻ ആ വീഡിയോ വീണ്ടും ഇടുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് മാവ് അരയ്ക്കേണ്ടത്, ഇഡ്ഡലി ഉണ്ടാക്കേണ്ടത് എന്നുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, ചെറുപരിപ്പ് ഇഡ്ഡലിയുടെ. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അപ്പോൾ ലിങ്ക് ഞാൻ മേലെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറ്റിയ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഐറ്റം ചെറുപരിപ്പ് ഇഡ്ഡലി. ഓക്കെ, അതിനെ തന്നെ ഞാൻ ഓൾറെഡി ചാനലിൽ ഷെയർ ചെയ്തൊരു ഐറ്റമാണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇഡ്ഡലി പൊടി, കൊപ്ര കൊണ്ട് ഉണ്ടാക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചുണ്ടാക്കുന്ന ഇഡ്ഡലി പൊടി. അപ്പോൾ അതിനെ പൊടി ഇഡ്ഡലി ആക്കി സെർവ് ചെയ്തു. കുറച്ച് പൊടി ഇഡ്ഡലി ആക്കിയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്, കുറച്ച് വൈറ്റ് ഇഡ്ഡലി, അതായത് ചെറുപരിപ്പ് ഇഡ്ഡലി ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത്, പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടെ സെർവ് ചെയ്തിരിക്കുന്നത് പാലക്കാട് സാമ്പാർ. പാലക്കാട് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് അമ്മ ഉണ്ടാക്കിയ സാമ്പാറാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. ഓക്കെ, പിന്നെ ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത് മല്ലിയില തേങ്ങാ ചട്നി, അതും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും എൻ്റെ ഷോർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഫ്രൂട്ടായിട്ട് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത് വാട്ടർമെലൺ ആണ്, തണ്ണിമത്തനാണ്. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഡ്രിങ്ക് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫിൽറ്റർ കോഫി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫിൽറ്റർ കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫിൽറ്റർ കോഫിയാണ് ഇന്ന് ഞാൻ സെർവ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിസ്ത മിൽക്കായിരുന്നു. ഇന്ന് ഫിൽറ്റർ കോഫിയാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. ചെറുപരിപ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന ഇഡ്ഡലി, അത് തന്നെ ഞാൻ ഇഡ്ഡലിപ്പൊടിയിൽ, കൊപ്ര വെച്ചിട്ടുണ്ടാക്കുന്ന ഇഡ്ഡലിപ്പൊടിയിൽ ടോസ് ചെയ്തെടുത്തതാണ്. കൂടെ മല്ലിയില തേങ്ങാ ചട്നി, സാമ്പാർ, പാലക്കാട് സാമ്പാർ, കുറച്ച് തണ്ണിമത്തൻ, ഫിൽറ്റർ കോഫി. ഇതാണ് ഇന്നത്തെ രണ്ടാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ വീഡിയോ കാണും മുഴുവനായിട്ട്, കണ്ടിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഞാനിവിടെ മൂങ്ദാൽ പൊടി ഇഡ്ഡലിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ പൊടി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മിനി ഇഡ്ഡലീസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ടോസ് ചെയ്തെടുക്കാൻ പോകുന്നത്. സാധാരണ ഇഡ്ഡലി ആണെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നെയ്യൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്നും ചൂടായി വന്നു കഴിഞ്ഞ ശേഷം നമുക്കിതിലോട്ട് കടുക്, ഉഴുന്ന് പരിപ്പ്, അല്ലെങ്കിൽ ഉഴുന്നാണെങ്കിൽ ഉഴുന്ന്, അല്ലെങ്കിൽ ഉഴുന്ന്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് ആഡ് ചെയ്ത് കൊടുക്കൂ. പിന്നെ ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ഇതിലോട്ട് ഇഡ്ഡലി അപ്പോൾ ഒരു പിടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 10-20 ഇഡ്ഡലി ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പൊടി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇഡ്ഡലി പൗഡർ, അതായത് കൊപ്ര ഇഡ്ഡലിപ്പൊടിയാണത്. കൊപ്രയുടെ ഇഡ്ഡലിപ്പൊടിയാണ്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇഡ്ഡലിയുടെ എല്ലാ ഭാഗത്തും ഈ ഫ്ലേവർ എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഞാൻ മിക്സ് ചെയ്യുകയാണ്. ഇത്തിരി കൂടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ടോസ് ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് നമുക്ക് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൊടി ഇഡ്ഡലി റെഡിയായി.
ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ നോക്കൂ. നമ്മുടെ പൊടി ഇഡ്ഡലി റെഡിയായി. തേങ്ങയും മല്ലിയിലേക്ക് ഇട്ടിട്ടുള്ള ഗ്രീൻ ചട്നി, കോക്കനട്ട് ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1/4 കപ്പ് വരണ മാതിരി തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട്. 2 പച്ചമുളക്, ഞാൻ മല്ലിയില ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു നാരങ്ങയുടെ പാതിയുടെ ജ്യൂസ്, വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം, കാരണം തേങ്ങയുള്ളതല്ലേ. അപ്പോൾ അതും കൂടെ അരയാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോകണം. വെള്ളം പോരെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അരി ചെയ്ത് കൊടുക്കും. നന്നായിട്ട് അരച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു, 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഉഴുന്ന പരിപ്പ് ബ്രൗൺ നിറായി വന്നാൽ നമുക്ക് അതിലോട്ടൊരു വറ്റൽമുളക് പൊട്ടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേമാതിരി അതിലോട്ട് ഒരു 4-5 ഇല കറിവേപ്പില. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ മല്ലിയില ചട്നി റെഡിയായി. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഫിൽറ്റർ കോഫിയാണ്. അപ്പോൾ ഞാനിവിടെ ഫിൽറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ടിക്കോഷനൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും. ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയി. നമുക്ക് പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പാല് നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി 2 വലിയ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2-3 സ്പൂണ് പഞ്ചസാര ഇടാം. ഞാൻ ഇപ്പോൾ 2 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ടിക്കോഷൻ ഒഴിച്ചു. നമുക്ക് പിന്നെ കളർ നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബാക്കി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാല് ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ആറ്റിയെടുക്കണം. പഞ്ചസാര അലിയണം, അതെല്ലാം നന്നായിട്ട് മിക്സ് ആവണം. അപ്പം നന്നായിട്ട് ആറ്റുകയാണ്. കഴിഞ്ഞാൽ നമ്മുടെ കോഫി റെഡിയായി. ഞാൻ കുറച്ചുകൂടെ ടിക്കോഷൻ ഒഴിച്ചു. ഓക്കെ, ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോഫി റെഡിയായി. അപ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് എല്ലാം സെർവ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൊടി ഇഡ്ഡലി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പ്ലേറ്റിൻ്റെ ഒരു സൈഡ്. ഇത് കൊപ്ര കൊണ്ട് ഉണ്ടാക്കിയ ഇഡ്ഡലി പൊടിയാണ്. അതിലാണ് നമ്മൾ ചെറുപരിപ്പ് ഇഡ്ഡലി ടോസ് ചെയ്തെടുത്തത്. അപ്പോൾ കുറച്ച് അതിൻ്റെ കൂടെ തന്നെ ചെറുപരിപ്പ് ഇഡ്ഡലി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, പൊടിയിൽ ടോസ് ചെയ്യാത്തത് കേട്ടോ. ഇപ്പോൾ രണ്ട് ഫ്ലേവർ, 2 ടേസ്റ്റ് തരും ഒരേ ഇഡ്ഡലി ആണെങ്കിലും. കൂടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മല്ലിയില തേങ്ങാ ചട്നി ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാണ്. കൂടെ കുറച്ച് തണ്ണിമത്തൻ്റെ പീസസ്, വാട്ടർമെലൻ്റെ പീസസ്. ചെറുപരിപ്പ് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇഡ്ഡലി പൊടി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണുക, ഡീറ്റെയിൽഡ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ. പിന്നെ കൂടെ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് സാമ്പാറാണ്, പാലക്കാടൻ സാമ്പാറാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചാണ്. കാരണം രാവിലെ ഇതെല്ലാം കൂടെ ചെയ്യാൻ ചിലപ്പോൾ സമയം ഒത്തൊന്നും വരില്ല. അപ്പോൾ തലേദിവസം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെനു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.